ഹായ് ഡിയേഴ്സ്, നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് എങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളുടേതായി തീരുന്നത്. അതായത് നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്തു വരുന്ന വ്യക്തിയുടെ ക്വാളിറ്റീസ് എന്തൊക്കെയാണ്, എങ്ങനെയുള്ള ഒരാളായിരിക്കും നിങ്ങളിലേക്ക് വന്ന് എത്തിപ്പെടുന്നത് എന്നുള്ളതാണ് നോക്കുന്നത്. ഇവിടെ തീർച്ചയായിട്ടും ആ ഒരു വ്യക്തി നല്ല ഒരു ഡ്രസ്സിങ് സ്റ്റൈൽ കീപ്പ് ചെയ്യുന്ന ആളായിരിക്കും. അതുപോലെ തന്നെ നല്ല ഒരു ജോബ് അല്ലെങ്കിൽ കരിയർ ഒക്കെ ഉള്ള ആളായിരിക്കും. അതായത് സ്ഥിരമായിട്ടുള്ളൊരു ജോലി അവർക്ക് ഉണ്ടായിരിക്കും. അവരുടെ ഹെയർ വളരെയധികം ബ്യൂട്ടിഫുൾ ആയിരിക്കും. അതുപോലെ തന്നെ അവർക്ക് പെറ്റ്സിനെയൊക്കെ ഒരുപാട് ഇഷ്ടമായിരിക്കും. എസ്പെഷ്യലി ബേർഡ്സിനെയൊക്കെ അവർക്ക് ഒരുപാട് ഇഷ്ടമായിരിക്കും. ചിലപ്പോൾ അവരത് വീട്ടിൽ വളർത്തുന്നുണ്ടായിരിക്കാം. അങ്ങനെ ഹോബീസ് ഉള്ള ആളായിരിക്കാം. കൂടാതെ ഡോഗിനെയും കാറ്റ്സിനെയൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള ഒരാളായിരിക്കും. എന്നാൽ അവർക്ക് ഒട്ടും അഹങ്കാരമോ ജാടയോ ഒന്നും ഇല്ലാത്ത ഒരു വ്യക്തിയായിരിക്കും ഇത്. കൂടാതെ അവർക്ക് തന്നെ ആയിരിക്കും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഈ ഒരു വ്യക്തി നിങ്ങളുടെ സെയിം ഏജ് ആയിരിക്കാനുള്ള സാധ്യതയുണ്ട്. കുറച്ച് മെച്യൂരിറ്റി കുറവായിട്ടുള്ള ഒരാളായിരിക്കാം. എപ്പോഴും അവർക്ക് ഒരു കുട്ടിത്തം ഉണ്ടായിരിക്കാം, ഒരു ഇന്നസെൻറ്റ് ഫേസ് ആയിരിക്കാം അവർക്ക് ഉള്ളത്. ഒരുപക്ഷെ നിങ്ങളുടെ അടുത്ത് ഒരുപാട് സ്നേഹം ഉണ്ടെന്നുണ്ടെങ്കിലും അത് എക്സ്പ്രസ് ചെയ്യാനായിട്ട് അവർക്ക് കുറച്ച് കഴിവ് കുറവായിരിക്കും. അതായത് അവരുടെ ഉള്ളിൽ സ്നേഹം അവർ നിറച്ച് വെക്കുകയാണ് ചെയ്യുന്നത്. അത് നിങ്ങളുടെ അടുത്ത് പ്രകടിപ്പിക്കാനായിട്ട് ഒരുപക്ഷെ അവർക്ക് സാധിച്ചെന്ന് വരില്ല. അതുപോലെ തന്നെ ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് എപ്പോഴും കൺഫ്യൂഷൻ ആയിരിക്കും അവർക്ക്. എന്ത് ചെയ്യണം, ഏത് ഡിസിഷനാണ് എടുക്കേണ്ടത്. ഒരുപക്ഷെ നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും എന്ത് ഡിസിഷൻ എടുക്കണം. എല്ലാത്തിലും ഒരു കൺഫ്യൂഷൻ ഉള്ളതുപോലെയുള്ള ഒരു വ്യക്തിയായിരിക്കും നിങ്ങളുടേത്. എപ്പോഴും അവർക്കൊരു ടെൻഷനും സംശയങ്ങളുമാണ്. ഇതെടുത്താലാണോ ശരിയാവുക, അല്ലെങ്കിൽ ഇതിൽ കൂടുതൽ മറ്റേതാണോ അവർക്ക് നന്നാവുക. അങ്ങനെ എപ്പോഴും ഇവർ ചിന്തിച്ചുകൊണ്ടേയിരിക്കും. ഈ ഒരു പേഴ്സണ് ഒരു ന്യൂനതയുണ്ട്. അവരൊരിക്കലും സ്നേഹം പ്രകടിപ്പിക്കാനായിട്ട് കൂട്ടാക്കുകയില്ല. അവർക്ക് സ്നേഹം ഉണ്ടായിരിക്കാം, പക്ഷെ അത് പുറത്ത് കാണിക്കാനായിട്ട് കുറച്ച് മടിയുണ്ടായിരിക്കും. അതുപോലെ തന്നെ അവരുടെ കരിയറിൽ അവരൊരുപാട് ഫോക്കസ് ചെയ്യും. ഒരുപക്ഷെ നിങ്ങൾക്ക് ഇമ്പോർട്ടൻസ് തരുന്നതിനേക്കാൾ കൂടുതൽ അവരുടെ കരിയറിലായിരിക്കും അവർ ഫോക്കസ് ചെയ്യുന്നത്. കൂടാതെ അവരുടെ ജീവിതത്തിൽ നേരത്തെ നടന്നിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ തന്നെ അവരെപ്പോഴും ഹാങ് ചെയ്ത് നിൽക്കും. ചിലപ്പോൾ അത് റിലേഷൻഷിപ്പ് ആവാം, അല്ലെങ്കിൽ നഷ്ടപ്പെട്ട ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആവാം, കരിയർ ഓപ്പർച്യൂണിറ്റീസ് ആവാം. എന്താണെങ്കിലും എപ്പോഴും അവരെ വേദനിപ്പിച്ചുകൊണ്ടേയിരിക്കും. ആ കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്തുകൊണ്ടേയിരിക്കും. എന്നാൽ നിങ്ങളുടെ കാര്യങ്ങളെല്ലാം തന്നെ വളരെ സമൃദ്ധിയോടുകൂടി നോക്കുന്ന ഒരു വ്യക്തിയായിരിക്കും ഇത്. നിങ്ങളെ ഒരു കുഞ്ഞിനെ പോലെ പരിപാലിക്കുന്ന വ്യക്തി.